ഹായ് ഹലോ ഓൾ വെൽക്കം ടു വരാന്ത റൈസ് മലയാളം. ഞാൻ കാർത്തിക്. നമ്മുടെ ഇന്നത്തെ GS സെഷൻ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ജോഗ്രഫിയിലെ മിനറൽ റിസോഴ്സസ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ ആ ടോപ്പിക്കിലെ 4ാമത്തെ സെഷനാണിത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 3 സെഷൻസ് കണ്ടിട്ടില്ലാത്തുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെഷൻസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവിടെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് തന്നെ, മുൻവർഷ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക് തന്നെയാണ് ജോഗ്രഫിയിൽ നിന്നുള്ള. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബേസിക് ക്ലാസ്സസിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിരിക്കും. അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരേക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് സർക്കിളിൽ നമുക്ക് പ്രിലിംസ് ലെവൽ ക്വസ്റ്റിനോടുള്ള എക്സ്പോഷർ ആണെങ്കിൽ, എക്സ്ട്രീം സർക്കിൾ വരുന്ന സമയത്തേക്കും നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ സൂപ്പർ ബാച്ചസ് ഉണ്ട്. എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്കുള്ള ഫോക്കസ് ബാച്ചുകളുണ്ടാവും. അതുപോലെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്പ് പ്രോഗ്രാംസ്, പിന്നെ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്കായിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഷനൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള പാനൽസ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ SSC, അതുപോലെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് ഓഫ് January 2021, more than 93% of India's chromite resource were located in. ഓക്കെ, അപ്പോൾ ഇത് 21-ലെ CHSL എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ മോർ ദാൻ 93%, ഇപ്പം ഇന്ത്യ മൊത്തത്തിലെടുക്കുമ്പോൾ 93%-നും മുകളിൽ ഏത് മിനറലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രോമൈറ്റ്. അപ്പോൾ ആ ക്രോമൈറ്റിൻ്റെ റിസോഴ്സ് താഴെ പറയുന്ന സ്റ്റേറ്റ്സിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മോർ ദാൻ 93% ഓഫ് ഇന്ത്യാസ് ക്രോമൈറ്റ് റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? 93%, മോർ ദാൻ 93%. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഒഡീഷ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ക്രോമൈറ്റ് മിനറലിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്രോമൈറ്റ് എന്ന് പറയുമ്പോൾ അയൺ, അതുപോലെ തന്നെ ക്രോമിയം, ഒപ്പം ഓക്സിജൻ, ഈ ഒരു കോമ്പിനേഷനാണ് ക്രോമൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഓക്സൈഡ് ഓഫ് അയൺ ആൻഡ് ക്രോമിയം. ഓക്കെ, അപ്പോൾ ക്രോമൈറ്റ് എന്ന് പറയുന്നത് ക്രോമിയത്തിൻ്റെ ഓറാണ്. ഓക്കെ, ക്രോമൈറ്റ് ഇസ് ദ ഓർ ഓഫ് ക്രോമിയം. ഓർ ഓഫ് ക്രോമിയം. ഓക്കെ, അപ്പോൾ ക്രോമൈറ്റിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ക്രോമിയത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, യൂസസ് ഓഫ് ക്രോമിയം ഒബ്റ്റെയിൻഡ് ഫ്രം ക്രോമൈറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് യൂസസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ക്രോം പ്ലേറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ക്രോം പ്ലേറ്റിംഗ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസാണ് ക്രോം പ്ലേറ്റിംഗ്. ഓക്കെ, അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അലോയ്സ്. ഇപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് അതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അലോയ്സിന് വേണ്ടിയിട്ട്, ഇപ്പം യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് corrosion resistant alloys. ഓക്കെ, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അലോയ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ക്രോമിയം യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രോം പ്ലേറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ
നിക്രോമിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ക്രോമിയം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നിക്രോം. ഓക്കെ, അപ്പോൾ നിക്രോമിൻ്റെ പ്രൊഡക്ഷനും ക്രോമിയത്തിൻ്റെ യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് മോർ ദാൻ 93% ക്രോമൈറ്റ് റിസോഴ്സ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഒഡീഷയിലാണ് മോർ ദാൻ 93% ക്രോമൈറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒഡീഷയിൽ തന്നെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മൈൻസും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ഒഡീഷയിലെ ക്രോമൈറ്റ് കാണപ്പെടുന്ന സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കിയോഞ്ച്ഗാർ, കട്ടക്, സുഖിന്ദ വാലി തുടങ്ങിയ പ്ലേസസിലാണ്, ഒഡീഷയിലെ ഈ പറയുന്ന പ്ലേസസിലാണ് ക്രോമൈറ്റ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 93%, മോർ ദാൻ 93% വരുന്നത് ഒഡീഷയിലാണ്. റിമൈനിങ് നോക്കുവാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്, ടോപ്പ് പ്രൊഡ്യൂസേഴ്സിൽ ഒന്നാമത് നിൽക്കുന്നത് ഒഡീഷയാണ്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഫോളോഡ് ബൈ കർണാടക. കർണാടകയിൽ ഈ പറയും പോലെ ക്രോമൈറ്റ് കാണപ്പെടുന്ന സ്പോട്ടുകൾ മൈസൂർ, ഹസൻ എന്നിവിടങ്ങളിലാണ് ക്രോമൈറ്റ് റിസോഴ്സസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂരിഭാഗം ഒഡീഷയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് പ്രൊഡ്യൂസേഴ്സിൽ ഫസ്റ്റ് നിൽക്കുന്നത് ഒഡീഷയാണ്, ശേഷമാണ് കർണാടക വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ മിനറൽ റിസോഴ്സസ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പെയർസ് ഓഫ് മിനറൽസ് ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ സോഴ്സസ്. ഓക്കെ, ഇപ്പോൾ 3 പെയറുകളാണ് തന്നിട്ടുള്ളത്. കോപ്പർ ബീഹാർ, നിക്കൽ ഒഡീഷ, ടങ്സ്റ്റൺ കേരള. അപ്പോൾ വിച്ച് ഓഫ് ദ പെയർസ് ഗിവൺ എബോവ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് UPSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CHSLന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് 3 പെയറുകളാണ് തന്നിരിക്കുന്നത്. അതായത് കോപ്പർ ബീഹാർ, അതുപോലെ നിക്കൽ ഒഡീഷ ആൻഡ് ടങ്സ്റ്റൺ കേരള. അപ്പോൾ ഇതിൽ ഏത് പെയറായിരിക്കും റൈറ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1 and 2, 2 ഓൺലി, ദെൻ 1 and 3 ഓൺലി, ദെൻ 1, 2, 3. ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി. അതായത് ഈ തന്നിരിക്കുന്ന പെയറിൽ കറക്റ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തെ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ തന്നിരിക്കുന്ന നമ്മൾ ആ ഓരോ പെയർ നോക്കി പോവാം. അപ്പോൾ കോപ്പർ ഇതിൽ പറയുന്ന ബീഹാർ എന്നാണ്. അപ്പോൾ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് നോക്കുവാണെങ്കിൽ, കോപ്പറിൻ്റെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് നോക്കുവാണെങ്കിൽ രാജസ്ഥാൻ, അതുപോലെ ജാർഖണ്ഡ്, അതായത് ടോപ്പിൽ നിൽക്കുന്നത് രാജസ്ഥാൻ, ശേഷം ഫോളോഡ് ബൈ ജാർഖണ്ഡ്, അതുപോലെ മധ്യപ്രദേശ്. അപ്പോൾ ഇവയൊക്കെയാണ് ടോപ്പ് പ്രൊഡ്യൂസേഴ്സ്, കോപ്പറിൻ്റെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നിക്കൽ ഒഡീഷ അത് റൈറ്റ് ആണ്. മൂന്നാമത്തെ പേര് തന്നിരിക്കുന്ന ടങ്സ്റ്റൺ കേരള എന്നാണ്. ഓക്കെ, അപ്പോൾ ടങ്സ്റ്റൻ്റെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടക ആണ് ടോപ്പിൽ നിൽക്കുന്നത്. കർണാടക. ഓക്കെ, ശേഷം രാജസ്ഥാൻ, രാജസ്ഥാന് ശേഷം ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിന് ശേഷം വരുന്നത് മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ ടങ്സ്റ്റൻ്റെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് കർണാടകയാണ്. അപ്പോൾ മൊത്തം പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 42% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കർണാടകയാണ്, ടങ്സ്റ്റൺ. ഓക്കെ, 42% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കർണാടകയാണ്. അതുപോലെ രാജസ്ഥാനിൽ വരുമ്പോൾ 27% ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ,
27%. രാജസ്ഥാൻ. ആന്ധ്രാപ്രദേശിൽ നോക്കിക്കഴിഞ്ഞാൽ 17%. ഓക്കെ, മഹാരാഷ്ട്ര 9% ആണ്. ഇവയെല്ലാമാണ് ടോപ്പ് പ്രൊഡ്യൂസേഴ്സ്, ടങ്സ്റ്റൻ്റെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ മൂന്നാമത്തെ പേരിൽ വരുന്ന കേരള അത് റോങ് ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത് കിടക്കുന്നത് നിക്കൽ, ഒഡീഷ. അത് റൈറ്റ് ആയിട്ടുള്ള പെയറാണ്. ഓക്കെ, നിക്കലിൻ്റെ ടോപ്പ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഒഡീഷയാണ് നിക്കലിൻ്റെ ടോപ്പ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മറ്റ് നിക്കലിനെ നോക്കുവാണെങ്കിൽ മറ്റ് ടോപ്പ് പ്രൊഡ്യൂസറിൻ്റെ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ശേഷം വരുന്നത് ജയ്പൂർ, അതുപോലെ തന്നെ മയൂർഭഞ്ച് മൈനുകളിലൊക്കെ ഈ ഒരു നിക്കലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ നിക്കലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസുകളും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നിക്കൽ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ സ്റ്റോറേജ് ബാറ്ററി, അപ്പോൾ സ്റ്റോറേജ് ബാറ്ററീസിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോജിനേഷൻ, ഫാറ്റ്സിൻ്റെ ഹൈഡ്രോജിനേഷൻ, അതുപോലെ തന്നെ വനസ്പതി മേക്കിങ്ങിനൊക്കെ കാറ്റലിസ്റ്റായിട്ട് നിക്കലിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. In the hydrogenation of fats. ഓക്കെ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനും നിക്കലിനൊരു റോളുണ്ട്. ഓക്കെ, യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റ്സിൻ്റെ മാനുഫാക്ചറിങ്ങിനും നിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് മോണസൈറ്റ് ഡിപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ? റിച്ചസ്റ്റ് മോണസൈറ്റ് ഡിപ്പോസിറ്റ്. അപ്പോൾ മിനറൽ എന്ന് പറയുന്നത് മോണസൈറ്റ് ആണ്. അപ്പോൾ ഇതും CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? റിച്ചസ്റ്റ് ആയിട്ടുള്ള മോണസൈറ്റ് ഡിപ്പോസിറ്റ് താഴെ പറയുന്ന സ്റ്റേറ്റ്സിൽ ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, കേരള. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കേരള. കേരള ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു മോണോസൈറ്റിൻ്റെ റിച്ചസ്റ്റ് ഡെപ്പോസിറ്റ് കാണാൻ പറ്റുന്ന കേരളയിലെ കൊല്ലം, പാലക്കാട് ഡിസ്ട്രിക്ട്സ് ആണ്. കൊല്ലം, പാലക്കാട് ഡിസ്ട്രിക്ട്സ്. ഓക്കെ, അപ്പോൾ മോണോസൈറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോറിയം ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന മോണോസൈറ്റിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ മോണോസൈറ്റ് മാത്രമല്ല, ഇൽമിനേറ്റ് സാൻഡുകളിൽ നിന്നും, മോണോസൈറ്റ് സാൻഡിൽ നിന്നും അതുപോലെ തന്നെ ഇൽമിനേറ്റ് സാൻഡിൽ നിന്നും തോറിയം ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ തോറിയം ഈസ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, കേരള ആൻഡ് തമിഴ്നാടു, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കോസ്റ്റൽ റീജിയണിൽ നിന്നും ഉള്ള ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഈ മോണസൈറ്റ് അതുപോലെ തന്നെ ഇൽമിനേറ്റ് സാൻഡിൽ നിന്നുമാണ് തോറിയം ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് IREL, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്.
ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പബ്ലിക് സെക്ടറാണ്. അപ്പോൾ ഈ ഒരു പബ്ലിക് സെക്ടറിന് മാത്രമാണ് മോണസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ പ്രോസസ്സ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും പെർമിഷൻ ഉള്ളത്. ഓക്കെ, അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. UPSCയുടെ ഒരു വർഷത്തെ എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റനായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു IRELനെ പറ്റി. മോണസൈറ്റിനെ പറ്റിയിട്ട് തന്നെ ആയിരുന്നു ഒരു ക്വസ്റ്റൻ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ തന്നിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മേജർ ഡെപ്പോസിറ്റ് വരുന്ന സ്പോട്ടുകൾ ഏതൊക്കെയാണ് അതിനെ പറ്റിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തോറിയം മോണസൈറ്റിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഒപ്പം വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു, അതായത് IREL ഏത് പബ്ലിക് സെക്ടറിനാണ് മോണസൈറ്റ് പ്രോസസ്സ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള പെർമിഷൻ ഉള്ളത് എന്ന രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. സോ IREL ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്താണ് പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ മോണസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ പ്രോസസ്സിംഗ് എക്സ്പോർട്ട് ഇതിൻ്റെയൊക്കെ പെർമിഷൻ ഉള്ള ഒരു പബ്ലിക് സെക്ടറാണ് ഈ ഒരു IREL ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് മോണസൈറ്റിൻ്റെ റിച്ചസ്റ്റ് ഡെപ്പോസിറ്റ് താഴെ പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കേരള. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്റർ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ തമിഴ്നാടു, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? വിൻഡ് ഫാം ക്ലസ്റ്റർ, ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, തമിഴ്നാടു ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇന്ത്യയിലെ ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്റർ, ഇന്ത്യാസ് ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്റർ അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്ററിന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പന്തൽ വിൻഡ് ഫാം ക്ലസ്റ്റർ. അത് നാഗർകോയിൽ ടു മധുരൈ. ആ ഒരു ക്ലസ്റ്റർ റേഞ്ച് ചെയ്യുന്നത് നാഗർകോവിൽ ടു മധുരൈ. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഓൺഷോർ വിൻഡ് ഫാം ക്ലസ്റ്റർ എന്ന് പറയുന്നത്. വേൾഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തേർഡ് ലാർജസ്റ്റ് ആണ്. ഓക്കെ, വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ഓൺഷോർ വിൻഡ് ഫാം എന്ന് പറയുന്നതും ഈ മുപ്പന്തൽ വിൻഡ് ഫാം ആണ്, വിൻഡ് ഫാം ക്ലസ്റ്റർ ആണ്. ഓക്കെ, അത് റേഞ്ച് ചെയ്യുന്നത് നാഗർകോവിൽ ടു മധുരൈ. അപ്പോൾ ഈ ഒരു വിൻഡ് ഫാം ക്ലസ്റ്ററിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അബൌട്ട് 1500 മെഗാവാട്ട് പവർ. ഓക്കെ, അപ്പോൾ ആ ഒരു കപ്പാസിറ്റിയും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. കപ്പാസിറ്റി ഓഫ് 1500 മെഗാവാട്ട്. ഓക്കെ, അപ്പോൾ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ മുപ്പന്തൽ. ഇന്ത്യയിലെ പൊസിഷൻ ഫസ്റ്റ് ആണ്. ഇന്ത്യസ് ലാർജസ്റ്റ് വിൻഡ് ഫാം ക്ലസ്റ്റർ എന്ന് പറയുന്നത് മുപ്പന്തലാണ്. വേൾഡ്സിലെ തേർഡ് ലാർജസ്റ്റ് ഓൺഷോർ വിൻഡ് ഫാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഏതായിരിക്കും? വേൾഡ്സ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വിൻഡ് ഫാം ക്ലസ്റ്റർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാൻസു വിൻഡ് ഫാം. ഗ്യാൻസു വിൻഡ് ഫാം. ഓക്കെ, ഗ്യാൻസു വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചൈന. ഓക്കെ, അതുപോലെ
സെക്കൻഡ് ലാർജസ്റ്റ് നോക്കാം. അൾട്ട വിൻഡ് ഫാം US-ലാണ് അൾട്ട വിൻഡ് ഫാം. ഓക്കെ, ഇപ്പോൾ വേൾഡ്സ് ഫസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേൾഡ്സ് ലാർജസ്റ്റിൻ്റെ ആ ഒരു റാങ്കിങ്ങിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഗാൻസു വിൻഡ് ഫാം ചൈന, രണ്ടാമത് അൾട്ട വിൻഡ് ഫാം, മൂന്നാമത് മുപ്പന്തൽ. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ മുപ്പന്തലാണ്, നാഗർകോവിൽ ടു മധുരൈ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് is one of the main mineral constituents of the continental mass of the earth? അപ്പോൾ എർത്തിൻ്റെ കോണ്ടിനെൻ്റൽ മാസിൽ കാണപ്പെടുന്ന മെയിൻ മിനറൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഈ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബ്രോൺസ്, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി സിലിക്ക ആൻഡ് ഓപ്ഷൻ ഡി ജിപ്സം. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി സിലിക്കയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ സിലിക്കയാണ് റൈറ്റ് ആൻസർ. അപ്പോൾ എർത്ത് ക്രസ്റ്റ് എടുക്കുവാണെങ്കിൽ അല്ല കോണ്ടിനെൻ്റൽ മാസിൽ കൂടുതലായി കാണപ്പെടുന്ന അല്ലെങ്കിൽ മെയിൻ മിനറൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് സിലിക്കയാണ്. ഓക്കെ, 27.72% ആണ് എർത്ത് ക്രസ്റ്റിൽ സിലിക്കയുടെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ ലെയേഴ്സ് നോക്കുവാണെങ്കിൽ ക്രസ്റ്റ്, അതുപോലെ തന്നെ മാൻഡിൽ, കോർ. ഓക്കെ, അപ്പോൾ ആ ക്രസ്റ്റിൽ തന്നെ കോണ്ടിനെൻ്റൽ മാസുമുണ്ട്, ഓഷ്യാനിക് മാസുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കോണ്ടിനെൻ്റൽ മാസിൽ കൂടുതലായി കാണപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏത് മിനറലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സിലിക്കയാണ്. ഓക്കെ, അപ്പോൾ ഇത് MTSന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ മിനറൽ റിസോഴ്സസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒട്ടുമിക്ക മിനറൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി റിമൈനിങ് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പിക്കിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരേക്കും ബൈ.